ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ ഫേവററ്റ് പീപ്പിളായിരുന്നു കേട്ടോ. ടീച്ചേഴ്സിൻ്റെ ഫേവററ്റ് സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ മാനേജറിൻ്റെ ഫേവററ്റ് സ്റ്റാഫ്. നല്ല സുഖമുള്ള പരിപാടിയാണല്ലോ അല്ലേ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയോ ഒക്കെ ആണെങ്കിൽ ടീച്ചർ കണ്ണടയ്ക്കും ഫേവററ്റ് ആളിൻ്റെ ആണെങ്കിൽ. പിന്നെ നമുക്ക് നല്ല കോൺഫിഡൻസ് ആണ് അവരെ അപ്രോച്ച് ചെയ്യാനൊക്കെ ആയിട്ട് അല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ നല്ല പ്രവൃത്തി ചെയ്തതിലൂടെയാണ് ഇവരൊക്കെ ഫേവറേറ്റായി മാറിയത്. അപ്പോൾ നമുക്കൊന്ന് ഓർത്ത് നോക്കി, നമുക്ക് ഈശോയുടെ ഫേവറേറ്റായി മാറിയാൽ എന്തൊരു രസമായിരിക്കും അല്ലേ. നമുക്കങ്ങ് ഈശോയുടെ ഫേവറേറ്റായി മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. വിശുദ്ധ യോഹന്നാൻ തന്നെക്കുറിച്ച് തന്നെ ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്നാണല്ലോ. നമുക്ക് ആ ഒരു ലെവലിലേക്ക് മാറാനായിട്ട് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഈ യോഹന്നാൻ എന്താണ് ചെയ്തത്? ഈശോയ്ക്ക് ഈ യോഹന്നാൻ പ്രീതിപാത്രമാകുവാൻ എന്താണ് ചെയ്തത്? ദൈവനഗരം എന്നുള്ള ബുക്ക് ഞാൻ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഈ യോഹന്നാൻ പരിശുദ്ധ അമ്മയെ ആദ്യമായിട്ട് കണ്ടപ്പോൾ മുതൽ പരിശുദ്ധ അമ്മയെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഈ വിശുദ്ധ യോഹന്നാൻ്റെ പരിശുദ്ധിയും അമ്മയോടുള്ള നിർമ്മല സ്നേഹവുമാണ് ഈശോയ്ക്ക് യോഹന്നാനെ പ്രിയങ്കരനാക്കി മാറ്റിയതെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കും ഈശോനെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് നമുക്കും പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിക്കാം. പരിശുദ്ധ അമ്മ യോഹന്നാനെ പരിശുദ്ധ അമ്മയാണല്ലോ പിന്നീട് കൊണ്ടു നടന്നതും സ്നേഹിച്ചതും രൂപപ്പെടുത്തിയെടുത്തതും ഒക്കെ. അതുപോലെ തന്നെ എല്ലാ ശിഷ്യന്മാരെയും പരിശുദ്ധ അമ്മയാണ് വാർത്തെടുത്തത്. ഈശോയുടെ മരണത്തിന് ശേഷം പരിശുദ്ധ അമ്മ അവരെയൊക്കെ വാർത്തെടുത്ത് ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തക്കവിധം പ്രാപ്തിയുള്ളവരാക്കി അവരെ മാറ്റി. അപ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം വിമല ഹൃദയ പ്രതിഷ്ഠയാണ്. ഞാൻ പല വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും എനിക്ക് തൃപ്തിയാവില്ല. കുറച്ചും കൂടെ മെച്ചപ്പെട്ട് ചെയ്യാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അതുപോലെ അപ്പോൾ നമുക്ക് ഈ വരുന്ന ഫെബ്രുവരി 20 തുടങ്ങുന്ന വിമല പ്രതിഷ്ഠ നന്നായിട്ട് ഒരുങ്ങി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരുങ്ങി കൂടുതൽ ത്യാഗത്തോടെ, കൂടുതൽ സ്നേഹത്തോടെ, കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്ത ഈശോയുടെ പ്രിയങ്കരനും പ്രിയങ്കരിയുമായി മാറിയാലോ. ആവേ മരിയ.